ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലി കിട്ടുമോ ഇല്ലെന്നുള്ള ടെൻഷനിലിരിക്കുന്ന ടൈമിലാണ് ചേട്ടൻ പറഞ്ഞത് വാ പോയിട്ട് ബർഗർ കഴിക്കാന്ന്. എന്തെങ്കിലും ആവട്ടെ, ജോലിയുടെ ടെൻഷൻ നമ്മൾ വയറിനോട് കാണിക്കരുതല്ലോ. അങ്ങനെ ബർഗർ ഓർഡർ ചെയ്തിരിക്കുന്ന ടൈമിലാണ് ചേട്ടൻ എന്നോടൊരു ചോദ്യം, നിനക്ക് മക്ഡൊണാൾഡ്സ് ഇറ്റാലിയൻസിനെ പറ്റിച്ച കഥ അറിയോന്ന്. ഞാൻ പറഞ്ഞില്ലാന്ന്. അപ്പൊ ചേട്ടൻ ആ കഥ എന്താണെന്ന് പറഞ്ഞു. ഇനി ഞാനത് നിങ്ങൾക്കും പറഞ്ഞുതരാം. പൊതുവെ ഇറ്റാലിയൻസ് ഫാസ്റ്റ് ഫുഡ് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ അവർ മക്ഡൊണാൾഡ്സിനെ ഒരു റിയൽ ഫുഡായിട്ടല്ല കണ്ടിരുന്നത്. സോ ഇറ്റാലിയൻസിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടി മക്ഡൊണാൾഡ്സ് ഒരു സിമ്പിൾ ട്രിക്ക് അങ്ങ് ചെയ്തു. അവർ ഇറ്റലിയിലുള്ള മിലാനിൽ ഒരു ബർഗർ ഷോപ്പ് തുടങ്ങി, സിംഗിൾ ബർഗർ എന്ന പേരിൽ. ഒരു കംപ്ലീറ്റ് ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റ്. ആൻഡ് ഇവിടെ വരെ വിറ്റതും സെയിം എക്സാക്ട് മക്ഡൊണാൾഡ്സിന്റെ ബർഗർ തന്നെയായിരുന്നു. എന്നാൽ ചെറിയൊരു ട്വിസ്റ്റോട് കൂടി. അതിനെ നല്ല രീതിയിൽ പ്ലേറ്റ് ചെയ്ത് ഗാർണിഷ് ചെയ്ത് കാണുമ്പോൾ തന്നെ ഒരു റിച്ച് ലുക്കിൽ. വെറും 2 ദിവസം കൊണ്ട് റെസ്റ്റോറന്റ് പോപ്പുലറായി, ക്രൗഡ് വന്നു. എന്നാൽ തുടങ്ങി 4-ാം ദിവസം മക്ഡൊണാൾഡ്സ് ഇവരുടെ റിയൽ ഐഡന്റിറ്റി പുറത്തുവിട്ടു. ആൻഡ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഇവർ പറഞ്ഞു ഇത് എക്സാക്ട് മക്ഡൊണാൾഡ്സിന്റെ സെയിം ബർഗർ തന്നെയാണെന്ന്. ആ ഒരു ടൈമിൽ ബർഗർ കഴിച്ചുകൊണ്ടിരുന്ന ആളുകളും അത് കഴിച്ചു പോയ ആളുകളെല്ലാം ശരിക്കും അങ്ങ് ഷോക്കായി. കൂടാതെ ഈ ഒരു എക്സ്പെരിമെന്റ് ഇറ്റലി മുഴുവൻ വൈറലുമായി. അങ്ങനെ ഇറ്റാലിയൻസ് മക്ഡൊണാൾഡ്സിനെ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ